Good morning, students. നമുക്ക് 14ാമത്തെ ഫസ്റ്റ് പാർട്ട് എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. എ പറയുന്നത് a distribution with unknown mean mu has variance 1.5. Variance 1.5. Use central limit theorem. Central limit theorem. Use central limit theorem to find how large a sample should taken from the distribution. How large sample should be taken from the distribution in order that the probability that the sample mean x bar. Sample mean is equal to x bar. Sample mean will be within the 0.5 of the population mean is 0.95. In the given probability of mod x minus mean less than 0.5 is equal to 0.95. This is sample size n and നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് മോഡ് x മൈനസ് mu ലെസ് ദാൻ 0.5 ഈക്വൽ ടു 0.95. സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നതാണ് ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം. അതിന് ഷോർട്ട് ആയിട്ട് പറയുന്നത് CLT. ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം x bar follows n mu sigma square by n. Sigma square by n. Central limit theorem അനുസരിച്ച് ഇങ്ങനെയാണ് x bar follows n mu sigma square by n. അപ്പോൾ mu എന്ന് പറഞ്ഞാൽ മീൻ ആണ്, sigma square n by എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. നമ്മൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് z ടേബിളിലോട്ട് z ലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് x bar minus mu divided by sigma square by n എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരും sigma divided by root n ലെസ് ദാൻ 0.5. ഇവിടെ നമ്മൾ മോഡുലസ് x bar minus mu നെ sigma by root n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ sigma by root n കൊണ്ട് ഡിവൈഡ് ചെയ്യും is equal to 0.9. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? സെൻട്രൽ ലിമിറ്റ് തിയറം z ലോട്ട് കൺവെർട്ട് ചെയ്ത് നമുക്ക് z എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് z less than modulus of z less than 0.5 divided by sigma എന്ന് പറഞ്ഞാൽ എത്രയാണ്? sigma square is equal to 1.5. അപ്പോൾ sigma is equal to എന്താണ്? root of 1.5 divided by root n is equal to 0.9. ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ് modulus x bar minus mu by sigma by root n. Sigma by root n എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ z-ലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ ഇക്വേഷൻ നമ്മൾ sigma by root n കൊണ്ട് ഹരിച്ചു. sigma square ഇവിടെ sigma square by n എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രൽ ലിമിറ്റ് തിയറം അനുസരിച്ച് x bar follows n is sigma square by n ആണ്. sigma square by എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ sigma by root n ആണ്. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് modulus x bar minus mu by sigma by root n equal to 0.5 by sigma by root n equal to 0.95. ഇത് നമുക്ക് എന്ത് എഴുതാം? modulus of z less than 0.5 root of 1.5 root n is equal to 0.95. എന്ന് പറഞ്ഞാൽ എന്താണ്? probability of mod z less than 0.5 by root of 1.5. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.41 root n ആണ്. ഈ റൂട്ട് n മുകളിലോട്ട് പോകും. 0.5 നെ root of 1.5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.41 root n ആണ്. That is equal to 0.95. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജില് this is equal to probability of mod z less than 0.41 root n equal to 0.95. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? This is equal to ഇവിടെ minus 0.41 root n less than z less than plus 0.41 root n is equal to 0.95. The modulus ആയതിന്റെ പേരിൽ നമുക്ക് z lies between minus 0.41 root n and plus 0.41 root n equal to 0.495. ഇത് നമ്മൾ നോർമൽ കർവ് ആയിരിക്കും. ഇതിങ്ങനെ വരച്ചു കഴിയുമ്പോൾ
ഇവിടെ പോയിന്റ് -0.41 √10, ഇവിടെയും 0.41 √10. അപ്പൊ ഇത് ഈ രണ്ട് അഗ്രം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 2 times probability of 0 less than z less than 0.41 √10 is equal to 0.95. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 0.95 ആണ്. അപ്പൊ ഈ 0.95 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.41 √10 എത്രയാണ് നമ്മൾ ടേബിളിലേക്ക് നോക്കണം. ഈ 0.95 കിട്ടണമെങ്കിൽ ഈ 0.41 √10 എത്ര വരണം? അത് നമ്മൾ ടേബിളിലേക്ക് നോക്കാം. നമുക്ക് ടേബിളിലേക്ക് നോക്കാം. ഇസഡ് ടേബിൾ. ഇതാണ് നമ്മുടെ ഇസഡ് ടേബിൾ. ഇസഡ് ടേബിളില് ഇവിടെ ഈ 0.95 ഇതിന്റെ പകുതി എടുക്കുക. 2 കൊണ്ട് ഹരിച്ച് ചെയ്യുമ്പോൾ 0.95 divided by 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.475. 0.475 plus 0.475 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.95. അപ്പൊ നമുക്ക് ഇവിടെ probability of 0 less than z less than 0.41 √10 is equal to 0.95 by 2, that is equal to 0.475. അപ്പൊ 0.475 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കണം. നമ്മുടെ ടേബിളിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടേബിളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 0.475 എന്റെ നേരെ ഇങ്ങനെ വരുമ്പോൾ 1.9 വരും. ഇതിന്റെ കോളം വൈസ് എടുക്കുമ്പോൾ 0.06 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1.96. അപ്പൊ ടേബിളിൽ നിന്ന് നമ്മൾ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു 1.96. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ 0.95 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0.475 കിട്ടി. നമ്മൾ ടേബിളിന്റെ അകത്തോട്ട് നോക്കുമ്പോൾ 0.75 നേരെ നമ്മൾ 1.9, അതിന്റെ കോളം വൈസ് ടോപ്പിലേക്ക് നോക്കുമ്പോൾ 0.06. 1.9 ഉം 0.06 കൂട്ടുമ്പോൾ 1.96. ഇനി അതിന്റെ ബാലൻസ് പോർഷൻ എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പൊ നമുക്ക് √10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.96 divided by 0.4. 1.96നെ 0.4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 4.780. ഇത് √10 ആണ്, not 4.780. therefore നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ n is equal to കിട്ടും approximately 20. therefore sample the value of n, how large a sample should be taken from the question. Appo therefore the sample size should be 23. Sample size എത്ര ആയിരിക്കണം? 23. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. അപ്പോൾ n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x - mu less than 0.5 equal to 0.95 നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറി ഉപയോഗിച്ചിട്ട് അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്തു. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് ടേബിളിൽ നോക്കി നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഈ വാല്യൂ 1.96 കണ്ടുപിടിച്ചു. 1.96 കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്തു? ഈ 0.95 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ കാരണം എന്താണ്? മോഡുലസ് വരുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്നുള്ള വാല്യൂ സിമെട്രിക് ആണ്. അപ്പൊ ഈ വാല്യൂ കൂട്ടുന്നതാണ് ടോട്ടൽ വാല്യൂ. അപ്പൊ നമ്മൾ ഈ പകുതി എടുക്കുമ്പോൾ 2 ടൈംസ് വരും. അപ്പൊ 0.95 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.475 വരും. ഈ 0.475 കിട്ടണമെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആയിട്ട് 0.41 √10 എത്ര വരണം? അത് നമ്മൾ ടേബിളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 1.96 കിട്ടി. അപ്പൊ √10 എന്നുള്ളത് 1.96 by 0.41 വന്നു. 1.96ന് 0.41 കൊണ്ട് ഹരിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 4.780. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? എന്നിന്റെ വാല്യൂ 23. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത തിയറി ഏതാണ്? സെൻട്രൽ ലിമിറ്റ് തിയറി. സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെ പ്രത്യേകത എന്താണ്? x bar follows n mu sigma square by n. mu എന്ന് പറഞ്ഞാൽ മീൻ ആണ്, സിഗ്മ സ്ക്വയർ ബൈ n എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. അപ്പൊ വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ n ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? സിഗ്മ ബൈ √10. അപ്പൊ x ബാർ മൈനസ് mu നെ നമ്മൾ സിഗ്മ ബൈ √10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അത് z ആയിട്ട് മാറും. കറസ്പോണ്ടിങ് ആയിട്ട് 0.5 സിഗ്മ ബൈ √10 ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ 0.5 ബൈ സിഗ്മ ബൈ √10 വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് അത് ടേബിളിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് 0.475 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂകൾ കണ്ടുപിടിച്ചു. അത് 1.96 ആണ് കിട്ടി. അതിൽ നിന്ന് നമുക്ക് n ന്റെ വാല്യൂ കിട്ടി. n ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 20. ഓക്കെ.